ഹല്ലേലൂയ. കേൾക്കാവല്ലോ അല്ലേ? ആമേൻ. സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ പറയുന്നത്. ദൈവത്തിന്റെ വചനം വിത്താണെന്ന് പറഞ്ഞിട്ട്, വിത്തിനോട് ഭൂമിച്ചൊരു വിത്താണെന്ന് പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അത് പാറയെ തുറക്കുന്ന ചുറ്റികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തെ പാലിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാലേലൂയ. പിന്നെ പറയുന്നത് തീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാലേലൂയ. അങ്ങനെ ഹാലേലൂയ ഒരുപാട് സ്ഥലങ്ങളിൽ വചനത്തെ കുറിച്ച് ഹാലേലൂയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? വചനം അപ്പൊ ഒരു വിത്താണെന്ന് പറയുമ്പോൾ വിത്താണെങ്കിൽ എന്തുണ്ടാവും അറിയാം? ദൈവത്തിന്റെ വചനത്തിൽ എന്താണെങ്കിലും ജീവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ വചനത്തിന് ജീവനുണ്ട്. അപ്പൊ ഒരു വിത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിത്തിനകത്തൊരു ജീവനുണ്ട്. കാരണം വെച്ചാൽ ആ വിത്ത് കൊണ്ട് എവിടെയെങ്കിലും ഇട്ട് വെച്ചാൽ മണ്ണിനടിയിൽ പൊഴുത്തി വെച്ചാലൊക്കെ അത് മുളച്ചു വരും. ഹാലയില്ല, കാരണം അതിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ഉൽപ്പത്തിയിൽ കാണാൻ പറ്റും, ദൈവത്തിന്റെ വചനത്താലാണ് ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടി. അപ്പൊ വചനത്തിന് ജീവനുണ്ട്. ഹാലേലൂയ. അപ്പൊ വിത്തിനും ജീവനുള്ള പോലെ ഹാലേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യം ഒന്ന് വായിക്കാവോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹാലൂയ. അവിടെ ആമേൻ. നമ്മൾ ആ വചനം എങ്ങനെയാണ്? അതിനകത്ത് ആത്മാവുണ്ട്, ജീവനുമുണ്ട്. അപ്പൊ ആ ജീവൻ ആമേൻ. ഹാലൂയ. അപ്പൊ ജീവനുള്ളതാണ്, ജീവൻ നൽകുന്നതാണ്, ജീവനുമാണ്. ഹാലൂയ. നമ്മൾ കാണുന്ന എല്ലാ ഹാലൂയ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും വിത്ത് ആമയുണ്ടെങ്കിൽ ജീവനുണ്ട്. ഹാലൂയ. അവിടെ അതിനകത്ത് ലൂക്കോസിന്റെ പുസ്തകം 8-11 പറയുന്നുണ്ട്. പിന്നെ വിത്തിനെ കുറിച്ച് രൂപമാണ് ലൂക്ക് 8-11. ആമയും മാത്യു 13-ാം അധ്യായത്തിൽ, മാർക്ക് 4-ാം അധ്യായം. അപ്പൊ ലൂക്ക് 8-11 ഒന്ന് വായിക്കാവോ? ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴികേറിയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അല്ല, ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. 11-ാം അധ്യായം. വിത്ത് എന്ന് പറയുന്നത് ഇവിടെ യേശു കർത്താവിന് അവരോട് പറയുന്ന വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വിത്തിന്റെ ഉപമ, വിതക്കാരുടെ ഉപമയെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉപമ അറിയാമല്ലേ? വിത്ത് ഒരേ വിത്ത് തന്നെയാണ്, പക്ഷെ വിതയ്ക്കപ്പെട്ട സ്ഥലങ്ങൾ ഹാലയിൽ അത് വ്യത്യാസമായിരുന്നു. ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഹാല അത് വ്യത്യാസമായപ്പോൾ അതിന് പുറപ്പെട്ട ഫലവും വ്യത്യാസ രീതിയിലേക്ക് വന്നു. അല്ലെ? പാറപ്പുറത്ത് വിതച്ചതോ നല്ല നിലത്ത് വിതച്ചതോ മണ്ണടി വിതച്ചതോ ഹാലലിയ എന്ന്. കാരണം വിത്ത് മാനുഷ്യ ശ്വാസത്തിലല്ല, ദൈവശ്വാസത്തിലാ വന്നേക്കുന്നത്. ദൈവശാസീയമാണ് വിത്തിനെ കുറിച്ച് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാ ലൈഫ് നൽകാനുള്ള പവർ ഉണ്ട് വിത്തിന്. ഹാലലിയ. പവർ ടു ഗിവ് ലൈഫ്. അപ്പൊ നമുക്ക് എങ്ങനെയാ വചനം നമുക്ക് ലൈഫ് നൽകുന്നത്? ഹാലലിയ. ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ വചനം അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ അതിനവിടെ ജീവൻ വെക്കാം. ഇപ്പൊ നമ്മളിരിക്കുന്ന നമ്മളെ കൂടെ ദൈവത്തിന്റെ വചനം പറയാം, യു ആർ ബ്ലസ്ഡ്. നമ്മൾ എന്തും പറയാണ്ട് വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഓക്കെ. പക്ഷെ നമ്മുടെ കയ്യിൽ 10 രൂപ എടുക്കാൻ ഉണ്ടാകത്തില്ല. ഹാലൂയ. പക്ഷെ നമ്മൾ പറയും ബ്ലസ്ഡ് ആണെന്ന് പറയും. ഹാലൂയ. ആമീൻ. അവിടെ ഈ നമ്മൾ ബ്ലസ്ഡ് ആണെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബ്ലസ്ഡ് ആകും. പക്ഷെ അത് വീഴുന്ന വിശ്വാസമുള്ള ഹൃദയത്തിനകത്ത് നിന്ന് വിശ്വാസമുള്ള വാക്കുകൾ വിതയ്ക്കണം. ഹാലൂയ. വിശ്വാസത്തിന്റെ വാക്ക് വിതയ്ക്കണം. രോഗിയായി കിടക്കുന്ന രോഗക്കിടക്കയിൽ കിടക്കുന്ന വ്യക്തി ഹാലയില്ല, റിപ്പോർട്ട് നോക്കുമ്പോൾ രോഗിയാണ്, പക്ഷേ
അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന വചനം യേശുക്രിസ്തുവിന്റെ അടിപ്പിണർ പൂർണ്ണ സൗഖ്യം വന്നും ഇരിക്കുന്നു. ഈ വചനം വിശ്വാസത്തോട് വിതച്ചാൽ അതിൽ നിന്ന് ജീവൻ പുറപ്പെടും. ഹാലേലൂയ. അപ്പൊ നമുക്ക് ജീവൻ ഉണ്ടാകും. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 23 പറയുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം. ഹാലേലൂയ. കാരണം നമ്മള് ഹാലേലൂയ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ കെടുന്ന ബീജമല്ല വചനത്തിലുള്ള. വചനത്തിന്റെ ജീവൻ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശ്വാസത്തിൽ, സകല തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്. അപ്പൊ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്ന് ഉരുവായതാണ് വചനമെങ്കിൽ അത് കെട്ടുപോകത്തില്ല, അത് നിലനിൽക്കുന്നതാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സകല സൃഷ്ടിയും എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനത്താൽ ദൈവം ഉളവാക്കി. മനുഷ്യനെ മാത്രമേ ഉള്ളൂ ദൈവം കൈകൊണ്ട് നിർമ്മിച്ചത്. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ, അതത് തരം സസ്യങ്ങൾ പുളച്ചു വരട്ടെ, അതത് തരം പക്ഷിമൃഗാദികൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, ഇതെല്ലാം ദൈവം വചനത്താലാണ് ഉളവാക്കിയത്. അപ്പൊ വചനം വിത്താണെന്ന് പറയുമ്പോ അതാ പറഞ്ഞ അത് ജീവൻ നൽകാനുള്ള പവറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു, വായിക്കാവോ? നാം അവന്റെ സൃഷ്ടികൾ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നമ്മൾ എങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നത്? സത്യത്തിന്റെ വചനത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും കെടുന്ന ബീജം, രണ്ടാമത് നമ്മുടെ വീണ്ടും ജനനം എങ്ങനെയാ വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം അവന്റെ സൃഷ്ടികൾ ഒരു ആദ്യ ഫലമാകേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പുതുതായി ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കാണാറുണ്ട് ഇവിടെ ഹല്ലേലൂയ ഈ ലോകത്തിൽ പല രീതിയിൽ നമ്മൾ ഉണ്ടായിരുന്ന വിത്തിനെ ഹൈബ്രിഡ് വിത്താക്കിയിട്ടും ഹല്ലേലൂയ അത് 2 വിത്തിലൊക്കെ യോജിപ്പിച്ച് സങ്കരം TNTD എന്നൊക്കെ പറയുന്ന പോലെ ഹല്ലേലൂയ അങ്ങനെയുള്ള ഓരോ രീതിയിലൊക്കെ അവർ ഓരോ കാര്യങ്ങൾ സയൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇന്ന് വരെ സയൻസിനങ്ങും ഒരു പുതിയ വിത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ? മാങ്ങ പല തരത്തിലുള്ള മാങ്ങയൊക്കെ അവര് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പണ്ടൊക്കെ ഇപ്പം ഓറഞ്ചൊക്കെ, ഈ കുരുവില്ലാത്ത ഓറഞ്ചിനൊക്കെ ഇവരുണ്ടാക്കിയതാ ഹാലയില്. കാരണം വെച്ചാൽ ഈ വിത്തിൽ നിന്നെടുത്ത് അതിനെ ചില പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തുണ്ടാക്കി. പക്ഷേ അവര് ദൈവം സൃഷ്ടിക്കാത്ത എന്തെങ്കിലും ഒരു വിത്തിനെ പുതിയതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്ര നാളിനകത്ത് വെച്ച് ഉണ്ടോ? ഒരു കടുകെങ്കിലും, കടുക്, ജീരകം തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും വിത്തും ദൈവം ഉണ്ടാക്കുക. സയൻസിനോ സയൻസിന്റെ ടെക്നോളജിക്ക് ഒന്നിനും ഹല്ലേലൂയ പുതുതായി ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്, ഉണ്ടാക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഒറിജിൻ ഫ്രം ദ ഗോഡാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളെ രൂപമാറ്റം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ ഞാൻ പണ്ടെപ്പോഴും പറയുന്നത്, ചിലർ നമ്മളോട് ദൈവമില്ല, ഇതൊക്കെ വെറുതെ ഒരു സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ തർക്കിക്കാൻ പറ്റും. പണ്ടത്തെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ അല്ല. വിശ്വാസി വരുന്നുണ്ട്. ഞാൻ പറയും ശരി, ഞാൻ സമ്മതിക്കാം. ആരെങ്കിലും മരണത്തെ മാറ്റി നിർത്താൻ പറ്റുമോ? സയൻസിനും ടെക്നോളജിക്കും ബാക്കി ഇന്നത്തെ ലോകത്ത് എന്ത് കണ്ടുപിടുത്തം ആയിക്കോട്ടെ, എന്ത് കഴിവായിക്കോട്ടെ, എന്ത് ഇതായിക്കോട്ടെ, ഒരാളുടെ മരണത്തെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കാം. അന്നത്തെ എൻ്റെ അറിവ് കേട്ടോ, ഇപ്പോഴത്തെ അങ്ങനെ നിങ്ങൾ കാണിച്ചു തരാമെങ്കിൽ ദൈവമില്ല എന്ന് നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കാം. കാരണം മരണം ഒരു മനുഷ്യന്റെ ജീവൻ അത് അതെവിടുന്ന, അതിന്റെ ഉറവിടം എവിടെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. കാരണം ആ ജീവന് എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും
എത്ര സമ്പന്നനല്ല, എത്രയൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ശാസ്ത്രജ്ഞനാന്ന് പറഞ്ഞാലും മരണത്തെ മാറ്റാൻ പറ്റത്തില്ല. വെന്റിലേഷൻ സപ്പോർട്ടോട് കൂടിയൊക്കെ അല്പസമയമൊക്കെ ശ്വാസത്തെയൊക്കെ നിർത്തി, അല്ലെങ്കിൽ ഓക്സിജനൊക്കെ കൊടുത്ത് ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയേ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ സൗദി രാജകുമാരൻ്റെ കൂടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടു, പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് തോന്നുന്നത്. സൗദി രാജകുമാരൻ എഴുന്നേറ്റെന്നോ 20 വർഷം സ്ലീപ്പിംഗ് ഇതായിട്ട് കിടന്നാൾ. അപ്പൊ അത് ഫേക്ക് ന്യൂസ് ആണെന്നും പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, എത്രത്തോളം പണമുണ്ട് സൗദി രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സമ്പന്നമാണ് അവിടുത്തെ രാജകുമാരൻ. ഇത്ര വർഷങ്ങളായിട്ട് കോമയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, ആധുനിക സൗകര്യങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല. ബ്രെയിൻ ഡെത്തായി കിടക്കുകയാണ്. അത് ഇത്രയും കാലങ്ങളായിട്ട് കിടക്കുന്നു. പക്ഷേ എങ്കിൽ അവിടെയൊക്കെ നമ്മൾ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുന്ന അപ്പോഴാണ്. ഒരു സമ്പത്തും ഇല്ല, എന്താ പറയാ ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നും ഇല്ലെങ്കിലും താ എഴുന്നേറ്റ് ഓടി നടക്കുന്നുണ്ട് അപ്പൊ ഇത് തന്നിരിക്കുന്ന ദൈവമാണ് അപ്പൊ ഈ നമ്മുടെ സമ്പന്നത എവിടെയാ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തന്നെ സമ്പന്നത നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഡൈജഷനുണ്ട്, ഉറക്കമുണ്ട്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കാൻ കാലുകളുണ്ട്, എന്താ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട കൈകളുണ്ട്. ഹല്ലേലൂയ. കാഴ്ചയുള്ള കണ്ണ്. ഇതൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ, ദൈവം എത്രത്തോളം നമ്മളെ ബ്ലെസ്ഡ് ആക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകാൻ പറ്റും. എത്രയോ പണം ഉണ്ടായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്. കഴിക്കാനില്ലാഞ്ഞിട്ടല്ല, കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഡോക്ടർമാർ കൊടുത്തേക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് കഴിക്കുന്നത് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള എത്രയോ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഡയറ്റാണ്, ഇന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാളൂ, ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ആരോഗ്യം നോക്കാൻ വേണ്ടി ചിലർക്ക് ഡയറ്റ് എടുക്കും. അല്ലാതെ ഇപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് തന്നിട്ടുള്ള ഒരു കൂട്ടത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെന്ത് കിട്ടിയാലും കഴിക്കും അല്ലേ? ഹല്ലേലൂയ. അപ്പൊ എത്രത്തോളം ബ്ലസ്ഡാ നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കുമ്പോഴൊന്നും മനസ്സിലാക്കണം. കാരണം ദൈവത്തിന്റെ ജീവൻ അത് വിത്ത് നമ്മളിലുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ആണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ശ്വാസം നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം ശാസനത്തിന് വേണ്ടിയുള്ള, ഗുണീകരത്തിന് വേണ്ടിയുള്ളത്, കറക്ഷന് വേണ്ടിയുള്ളത്, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്, ഉപദേശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം വെച്ച് നമ്മൾ ശാസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ അവിടെ വെളിപ്പെടും. അതുകൊണ്ടാണ് പറയുന്നേ, ദൈവത്തിന്റെ വചനം പാറയെ ചുറ്റിക പോലെയാന്ന് പറയുന്നത്. കാരണം എന്താ, കഠിന ഹൃദയത്തിൽ ഇരിക്കുന്നവരടുത്തേക്ക് ഒരു വചനം ചെന്ന് ഒരു ചുറ്റിക പോലെ. എന്താ ചുറ്റിക വെച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, മനുഷ്യമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് പൊട്ടിക്കാൻ പറ്റാതെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിക ഉപയോഗിക്കുന്നല്ലേ. ഭിത്തിയിലൊക്കെ നമ്മൾ ആണിയൊക്കെ അടിക്കണത് നമ്മൾ ചുറ്റി വെച്ച് അടിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അല്ലാതെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ സാധനം കൊണ്ട് കയറത്തില്ല. അപ്പോൾ ഒരു ഹാമറിന്റെ അടിയൊക്കെ കൊണ്ട് ചെന്നാലേ ഇതൊക്കെ തുളയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പാറയത്തിലൊക്കെ ചുറ്റിക പോലാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, കല്ലായിരിക്കും ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം പോയി ആഴത്തിൽ അടിക്കുമ്പം കല്ലായിരിക്കും ഹൃദയം ഇങ്ങനെ പൊട്ടും. അവിടെയാണ് നമ്മൾ ചിലപ്പോൾ ദൈവത്തിന്റെ വചനം വെച്ച് ദൈവം നമ്മളെ ശാസിക്കുക അല്ലെ ശിക്ഷിക്കും എന്ന് പറയുന്നത്. ദൈവം ശാസിക്കുന്ന ആരെയാ അല്ലെ ശിക്ഷിക്കുന്ന ആരെയാ? തന്റെ മക്കളെയാണ് ശാസിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വചനം നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ മനസ്സിലാകും. ഒരു വചനം കേൾക്കോ, ഹൃദയത്തിലൊക്കെ കുത്തെന്ന് പറയത്തില്ല നമ്മൾ പറഞ്ഞത്. കുത്തുവാണെങ്കിൽ എന്ത് പറയണമെന്നറിയാ? ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തെളിവാത്. അല്ല ചുമ്മാ ദേവദാസന്മാര് മനഃപൂർവ്വം കുത്താൻ വേണ്ടി പറഞ്ഞ വചനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലരുണ്ടല്ലോ മനഃപൂർവ്വം കുത്തുന്നത്, അതല്ലേ പറഞ്ഞത്. ആരെങ്കിലും വിശ്വാസി പള്ളി വന്നില്ല, ചത്തിലൊരാഴ്ച വന്നില്ല, ഇങ്ങനെ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വന്നതെന്ന് പറയും, അവർക്ക് അതുണ്ട് ഇതുണ്ട്, അതിന് സമയമുണ്ട്, ഇതില്ല മറ്റേ മറിച്ചതൊക്കെ പറയാം. അല്ലെങ്കിൽ പരേക്ക് സ്തോത്രക്കാഴ്ചയില്ല, ടൈത്ത് കൊടുത്തില്ലെങ്കിലൊക്കെ വചനം എടുത്തിച്ച് കുത്തത്. ആ കുത്തലിനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ശരിയായ രീതിയിൽ വചനം പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് അത് കുത്തുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവാണ്. കാരണം
നമ്മൾ ഇങ്ങനെ പോരാ. ഹല്ലേലൂയ. നമ്മൾ ഒരു മാറ്റം നമ്മൾ വേണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്വഭാവങ്ങൾ നമ്മൾ മാറ്റിക്കളയണമെന്ന്. ഹല്ലേലൂയ. നമ്മളോട് ദൈവത്തിന്റെ വചനം വെച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, നമ്മളെ ഗുണീകരിക്കുന്നത്, നമ്മളെ ശാസിക്കുന്നത്, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഇടയിൽ പോലും ദൈവത്തിന്റെ വചനം, പല സാക്ഷികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒരു വചനമാണ് എന്നോട് ഇടപെട്ടത്. ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരുന്നതാണ്, പക്ഷെ പെട്ടെന്ന് ദൈവത്തിന്റെ ഒരു വചനം എന്നോട് കയറി ഇടപെട്ടപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. എനിക്ക് ഭയങ്കര മാനസാന്തരം വന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാപബോധം വന്നു. എന്നൊക്കെ പറയും നമ്മൾ കേട്ടു. എനിക്ക് പാടല്ലേ അങ്ങനെയൊക്കെ വരുന്നിടത്ത് വചനം എന്ത് ചെയ്യുന്ന, വചനം അവിടെ കയറി ചെന്ന് അത് പെനിട്രേറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നത്, കയറി ചെന്ന് തുളച്ച് കയറി ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അത് ഇരുവായത്തുള്ള വാളാണ്. ആ വാൾ എന്താ വെച്ചാൽ തുളച്ച് കയറി ചെല്ലി പ്രാണനെ ആത്മാവിനെ സത്തി മജ്ജകളെ വരെ വേർപെടുക. തുളച്ചല് എന്താ? സന്ധി മജ്ജ. എന്താ അത്? ബ്രോൺമാരോ ബോൺമാരോ അതാണ് ഇംഗ്ലീഷ് അല്ലേ? എന്താ സന്ധി മജ്ജ? പറഞ്ഞറിയാമെങ്കിലേ. ഹല്ലേലൂയ. അറിയോ? സയൻസുകാരും ഇല്ലേ? അല്ലെങ്കിൽ ഡോക്ടർമാരൊന്നും ഇല്ല നമ്മുടെ കൂട്ടത്തില്. നമ്മുടെ പി ജി സിസ്റ്റർ അറിയാ സന്ധി മജ്ജയുടെ പ്രത്യേകത എന്താന്ന്? ഇല്ല ഇല്ല സിസ്റ്ററെ. നമ്മുടെ ശരീരത്തിൽ രക്തം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന രക്തത്തിലാണ്. അത് സൃഷ്ടിക്കപ്പെടുന്ന നമ്മുടെ നമ്മുടെ മജ്ജ, ആ സന്ധിക്കകത്തുള്ള മജ്ജയിലാണ് രക്തം സൃഷ്ടിക്കപ്പെടുന്നത്. അത് ശുദ്ധീകരിക്കുന്നതാണ് ഹൃദയം. ഹല്ലേലൂയ. അപ്പൊ ഈ രക്തം, അപ്പൊ ഇതിനെ സാധാരണ ഒരു കത്തി വെച്ചൊന്നും, സാധാരണ ഒരു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനെ മുറിച്ച് ആ മജ്ജയെ ചെന്ന് തൊടാൻ പറ്റത്തില്ല, ഇല്ലേ? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, സർജറി ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കുക, നമ്മുടെ ഒരു കത്തി എടുത്ത് മുറിച്ചാലൊക്കെ നമ്മുടെ മാംസം മുറിയും, ഞരമ്പും മുറിയും, പക്ഷെ എല്ലിനെ മുറിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയും അതിനെ കൂടെ തുളച്ച് കയറി ചെല്ലും. അതിലും കൂടെ തുളച്ച് കയറി ചെന്ന് അതിനെപ്പോലും വേർപിടിയിക്കാൻ വേണ്ടി ശക്തിയുള്ള ദൈവത്തിന്റെ വചനം. അപ്പൊ അതിനുള്ളിലേക്ക്, നമ്മുടെ അസ്ഥികൾക്കുള്ളിലേക്ക് കയറി ചെന്ന് അതിനുള്ളിലുള്ള മജ്ജയെ കൂടെ തൊട്ട് അല്ലെങ്കിൽ അവിടെ കൂടെ ഇത് പരിവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം അത്ര പവർഫുൾ ആണെന്ന് കാണിക്കാൻ പറയുന്നത്. പാറയെ തുളയ്ക്കുന്ന ചുറ്റിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇത് പാറയെ നമുക്ക് സാധാരണ കൈ കൊണ്ട് അടിച്ചാലോ, സാധാരണ ഒരു കാര്യം കൊണ്ട് അടിച്ചാലോ പൊട്ടത്തില്ല പാറ. പക്ഷേ അവിടെയും തുളച്ച് കയറി ചെല്ലും, പൊട്ടിച്ച് മാറ്റാൻ പറ്റുന്ന ദൈവത്തിന്റെ വചനമാണ്. നമ്മളതുപോലെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു വിത്ത് കൊണ്ട് ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടു, ഇതിന്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റുമോ? മുകളിലോട്ട് വന്നാൽ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിനുള്ളിൽ വിത്ത് ഇരുന്നിട്ട് മുളയ്ക്കുന്നതോ അത് വളരുന്നതോ, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ പ്രോസസ്സിങ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം വന്നിട്ട് ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ആപ്പിൾ വാങ്ങിച്ച ആപ്പിളിനകത്ത് കുറെ വിത്തുകളുണ്ടാവും, ഇല്ലേ? ഒരാപ്പിളിനകത്ത് എത്ര വിത്തുണ്ടാവും? കുറച്ചൊരു 8 ഒക്കെ ഉണ്ടാവും. ഇത് നമുക്കറിയാം. ഈ വിത്തിനകത്തുനിന്ന് പക്ഷേ ഒരു വിത്ത് കുഴിച്ചിട്ട ആ വിത്ത് മുളച്ചിട്ട് അതിന് എത്ര ആപ്പിൾ വരും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അതുപോലെ തന്നെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അത് തനിയെ ഇരുന്നാൽ ഒന്നും പറയല്ല, പക്ഷെ നിലത്ത് വീണ് ചത്താൽ അത് അനേക ഫലം പിടിക്കും. കർത്താവ് യേശു ക്രിസ്തു തന്നെ ഗോതമ്പ് മണിയെ നിലത്ത് വീണ് ചത്ത് നമുക്ക് വേണ്ടിയിട്ട് മരിച്ച് പക്ഷേ അതിൽ നിന്നൊരു ജീവൻ പുറത്തു വന്നപ്പോൾ എത്രത്തോളം ശിഷ്യൻ യേശു ക്രിസ്തുവിന്റെ അതേപോലെ സ്വഭാവമുള്ള, അതേപോലെ യേശു ക്രിസ്തു ഉള്ള എത്രയോ എണ്ണത്തിന് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഇല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൽ വീണ വിത്ത്
നമ്മളിൽ കിടന്നൊന്ന് മുളച്ച് നമ്മളൊന്ന് പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ, നമ്മളിൽ നിന്ന് എത്ര പേര് പുറത്തു വരുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആകെപ്പാട് 10 പേര് രക്ഷിക്കപ്പെടത്തുള്ളൂ ഞാൻ മുഖാന്തരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും? ഇല്ല. ഞാനൊക്കെ പറയുന്നത് എന്റെയൊക്കെ മനസ്സിൽ ആഗ്രഹം വെച്ചിട്ടാക്കുക റെയ്നാൾഡ് ബോങ്കനൊക്കെ ക്രോസ് ചെയ്യണം. ആഗ്രഹം അതുപോലെ ഒന്നും ചെയ്തില്ല. റൊണാൾഡോ ബോങ്കനൊക്കെ നമുക്കറിയാമല്ലേ, ആഫ്രിക്കൻ മണ്ണിന് ഹല്ലേലൂയ ആമേ കടല് പോലെ ആൾക്കാരെ നേടിയെന്ന് പറയാം. അതുപോലെ ബില്യൻസ് ആൾക്കാരെ നേടിയ കക്ഷിയാണ് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ആഗ്രഹം. അപ്പൊ ഞാൻ പറയാം, റൊണാൾഡോ ബോങ്ക എന്ന് പറയുന്ന വ്യക്തിയിലൂടെ എത്ര വിത്തുകളെ പുറത്തെടുത്ത്, എത്ര ജീവനെ പുറത്തെടുത്ത ആ ഒരു മനുഷ്യനിലൂടെ. കാരണം ഒരു വചനമാണ് അദ്ദേഹത്തെ ഉള്ളിലേക്ക് കയറി വന്ന് ഇടപെട്ടത്. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിന്റെ വളർച്ച എന്തിനെ ആശ്രയിച്ചിരിക്കുന്ന, അത് വീണ ഗ്രൗണ്ടിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കെടാത്ത നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം വന്ന് വീണിട്ട് തന്നെയാണ് നമ്മളെല്ലാവരെയും ദൈവം വീണ്ടും ജനിപ്പിച്ചേക്കുന്നു. പക്ഷെ ഈ വീണ ഗ്രൗണ്ട് വ്യത്യാസമാണ്. ഈ ഗ്രൗണ്ടിനനുസരിച്ചാണ് ഫലം കിട്ടുന്നത്. ഹാലലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിത്ത് അത് എങ്ങനെയൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഞാൻ പലപ്പോഴും ഇവിടെ ഈ ചെറിയ ഇവിടെ ഉള്ള ചർച്ചകളൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, അവർക്ക് അക്ഷരം അറിയത്തില്ല, അവർ എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. പക്ഷേല് അവര് ബൈബിൾ വായിക്കും, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ. അതുപോലെ അവര് സുവിശേഷം പറയും നന്നായിട്ട് പോയിട്ട്, അനേകരെ കൂട്ടിക്കൊണ്ടുവരും. അതിൽ ഞാൻ പറയും, ഈ അവിടെ ഈ NDRPC പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ എഴുത്തും വായനൊന്നും എല്ലാവർക്കും അറിയത്തില്ല. അവിടെയൊക്കെ ഉള്ള ആൾക്കാർ അവര് ചെന്ന് കൈവെക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നു. ഞാൻ പറയാം, അതിൽ 2 സ്ത്രീകള് ഒരു പ്രാവശ്യം ഇവിടെ അടുത്ത മറ്റേ നമ്മുടെ പെരുമൺ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ, റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കിന്റെ അടുത്തുകൂടെ ഇവര് ട്രാക്ട് കൊടുക്കാൻ പോയി 2 സുവിശേഷ വിരോധികൾ വന്നിട്ട് അവരെ കയ്യിൽ ട്രാക്ട് വലിച്ചു കയറി ഇവരെ പിടിച്ച് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടിട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 പേരുടെ ശവം റെയിൽവേ ട്രാക്കിൽ തന്നെ വീണു. അത്രത്തോളം ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അവര് നിന്നെ തൊടുന്നു, എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതുപോലെ പ്രവർത്തിച്ച് പിന്നെ ആ പരിസരത്ത് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ തൊടാനായിട്ട് ധൈര്യം കാണിക്കുമോ? കാരണം എന്താ വെച്ചാൽ എന്റെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നത്. ചിലർക്ക് വേണ്ടിയൊക്കെ ദൈവം മിണ്ടാതിരിക്കുന്നത് മനസ്സിലാക്കിക്കണം, അത് മിണ്ടാതിരിക്കുന്ന ദൈവത്തിന് കാരണമുണ്ടെന്ന്, ഇല്ലെങ്കിൽ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ അതാ ഞാൻ പറയാം, അവരിലൊക്കെ ഉള്ള ആ ചില ആൾക്കാർ എഴുന്നേറ്റ് നിന്നൊക്കെ സാക്ഷിയൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ നമുക്ക് ചിരി വരും. കാരണം വെച്ച് കഴിഞ്ഞാല് വീട്ടില് എന്താ പറയാ, സകല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താ സാക്ഷ്യം പറയുന്നത്. കാരണം അപ്പൊ പാസ്റ്റോട് കുറച്ച് ഒന്ന് ചുരുക്കി പറയും, ഇടയ്ക്ക്. പക്ഷെ എന്നാൽ അവർ അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ അത് അവരുടെ ഇന്നസെൻസിന് വരുന്നതാ. അവര് പറയാം. അപ്പൊ ഇത് കേൾക്കും നമുക്കറിയാം, ഇവർക്ക് ഒരക്ഷരാഭ്യാസവും ഇല്ല. ശരിയായ രീതിയിലൊന്ന് സംസാരിക്കുന്ന എങ്ങനെയാണെന്നൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ അവരനേകരെ നേടുന്നുണ്ടെന്നുള്ളത് സത്യം. ഇവിടെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പ്രസംഗിക്കാനറിയാം, പാടാനറിയാം, പക്ഷേ ഒരു ഗുണവും ഇല്ലെന്ന് പറയുന്ന ഇവിടെ കുറച്ച് നമ്മളിരിക്കുക. പക്ഷെ അതുപോലെ അല്ല അവര്. അവർക്ക് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ അറിയത്തില്ല, ഒരു മനുഷ്യനോട് ശരിയായ രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അവര് അനേക ദൈവമക്കളെ നേടുന്നുണ്ട്. ഇന്നും അതും ഹിന്ദുക്കളുടെ ജാതികളുടെ ഇടയിൽ അവര് പോയിട്ട് പറഞ്ഞു, ഒരാൾക്ക് സുഖമില്ലെന്നാണെങ്കിലും പറഞ്ഞ അതും കൊണ്ട് വരും ഉടനെ. അവിടെ ഞങ്ങളുടെ അയലത്ത് കിടക്കുന്ന ഇന്ന ആൾക്ക് ഇന്ന ജാനവിക്ക് സുഖമില്ല, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവർക്ക് ഇന്നാണ് അസുഖം, അവരുടെ മകൻ ഇന്നയാണ് ജോലി കിട്ടിയത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന്, പ്രാർത്ഥിച്ചത് മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കണം വെച്ചാൽ വന്ന് നിർബന്ധമായി അതിനെക്കുറിച്ച് പ്രാർത്ഥിപ്പിക്കുക. കാരണം അവർ ഉള്ളിൽ വീഴുന്ന ആ വിത്തിന്റെ ഫലമാണ് അവരിലൂടെ പുറത്തു വരുന്നത്. നമ്മുടെ ഉള്ളത്തിൽ കിടക്കുന്ന വിത്ത് ഏത് ഗ്രൗണ്ടിലാണ് ഇത് കിടക്കുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വീഴപ്പെട്ട വിത്തെല്ലാവരുടെ ഉള്ളിൽ വീണ വിത്ത് ഒരുപോലെ, പക്ഷെ വീഴപ്പെട്ട് കിടക്കുന്ന ഗ്രൗണ്ട് വ്യത്യാസമായിരിക്കണം, ഫലം പുറപ്പെടുവിക്കുന്ന വ്യത്യാസമാണ്. ദൈവത്തിന്റെ വചനത്തിന് പറയുന്നത് നമുക്ക് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് ആ കർത്താവ് തന്നെ അവർ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു.
ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെരമ്യാ പ്രവാചകന്റെ ദിവസം 23-29 വായിക്കുക. നേരത്തെ പറഞ്ഞ വചനം തന്നെയാണ്. യിരെമ്യാവ് 3:29. എന്റെ വചനം തീ പോലെയും പാറയെ തീർക്കുന്ന ചുറ്റിയ പോലെയും അല്ലയോ എന്ന് ആമേൻ. യഹോവയുടെ അരുളപ്പാട്. ഹാലേലൂയ. അവിടെ പറഞ്ഞത് ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ തുറക്കുന്ന ചുറ്റിയെ പോലെ. അവിടെ ദൈവത്തിന്റെ വചനത്തിന് ഹാലിലെ കഠിന ഹൃദയത്തെ മാറ്റാൻ പറ്റും. പക്ഷെ ചിലരുടെ ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യും കേട്ടോ. വചനം കേട്ടാലൊന്നും ഒരു കുലുക്കവും ഇല്ല. അവിടെ നമുക്ക് ഒന്നിൽ നമ്മുടെ ഹൃദയം ഫറവോന്റെ ഹൃദയത്തെ പോലെ കഠിനമാക്കാം. ഇല്ലെങ്കിൽ ദാവീദിന്റെ ഹൃദയത്തെ പോലെ എന്താ പറയാ, റിപ്പൻഡൻസിലേക്ക് കൊണ്ട് നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, നീ ആ മനുഷ്യനാ, നീ പാപം ചെയ്ത് പറയുമ്പോൾ ദാവീദ് പോയിട്ട് ദൈവസന്നിധിയിൽ വീണ് നിലവിളിച്ച് പാപങ്ങളെ ഓർത്ത് കരഞ്ഞു. റിപ്പൻഡൻസിലേക്ക് വന്നു ദാവീദ്. പക്ഷെ ഫറവോനോട് എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞു വിടും? അപ്പോഴൊക്കെ ദൈവത്തിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ മോശ പോയി പറയുമ്പോൾ ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കി. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് വരുമ്പോൾ ഒന്നിൽ ഫറവോനെ പോലെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാം, ഇല്ലെങ്കിൽ ദാവീദിനെ പോലെ നമ്മുടെ കുറവുകളെ കണ്ടെത്തി പരിഹരിക്കാം. നമ്മൾ ഓരോ ദിവസവും വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊരു പാപ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ വിട്ടുകളയാൻ തയ്യാറാകാതെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി കൊടുക്കണം. അത് കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ലോകത്തുള്ളയൊക്കെ കള്ളന്മാരാ, ഞാൻ കട്ടിപ്പേദം ഞാൻ തന്നെയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വചനം കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഹാലയിലുക, അയ്യോ കർത്താവ്, ഈ സ്വഭാവം എന്നിലുണ്ടല്ലോ, ഇതെനിക്ക് വേണ്ടാത്തതാണ്, അല്ലെങ്കിൽ ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. ഇന്നും വിശ്വാസത്തിൽ വന്നതിന് ശേഷം കള്ളം പറയുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. കള്ളത്തെ കുറിച്ച് പറയുന്ന ഫോഷ്കിന്റെ അപ്പനും പിശാച്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ചെറിയ കള്ളമാകട്ടെ വലിയ കള്ളമാകട്ടെ എന്തെങ്കിലും പറയാൻ നമ്മുടെ നാവിനെ വിട്ടുകൊടുത്താൽ നമ്മളുടെ ദൈവത്തിന് ഉപയോഗിക്കേണ്ട നമ്മുടെ ഈ അവയവത്തെ നമ്മൾ പിശാചിന്റെ കയ്യിലേക്ക് കുറച്ച് സമയത്തേക്ക് കൊടുക്കുകയാണ്. അതെന്ത് സാഹചര്യമാകട്ടെ, ഏത് സിറ്റുവേഷൻ നമ്മൾ കള്ളം പറഞ്ഞാലും, അയ്യോ അത് ഇന്ന സിറ്റുവേഷൻ ആണ് സിസ്റ്റർ, അല്ലെങ്കിൽ ഇന്ന ഇതിൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞു പോയതാ, കാരണം വെച്ചാൽ അവിടെ വെച്ചിട്ട് ഹാലേലിയ പറയാ, അത് മറ്റും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറയുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നീ നിന്റെ നാക്കിനെ എടുത്ത് പിശാചിന്റെ കയ്യിലേക്ക് കൊടുത്ത അല്പസമയം. നമ്മൾ ദൈവഹിതമല്ലാത്തൊരു കാര്യമൊക്കെ മോശമായ കാര്യമൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ എടുത്ത് അല്പസമയം അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരാളെക്കുറിച്ച് കുശുമ്പും കുന്നായ്മയും ഗോസിപ്പും കേൾക്കാൻ ചെവി വിട്ടുകൊടുത്താൽ അല്പസമയം പിശാചിന് കൊടുത്തു. ഹാലേലൂയ. ഇത് തന്നെയാണ് സത്യം. പുൽപ്പറ്റി കയറുന്നത് പോലെ നുണ പറയുന്ന പലരും ഉണ്ട്. അത് പോട്ടെ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തേണ്ട സ്ഥലത്തെ കയറി നിന്നിട്ട് പിശാചിന് നമ്മുടെ അവയവത്തെ കൊടുത്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നവരായി മാറും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ വചനം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഹൃദയത്തെ ശുദ്ധമാക്കാം. ഇത് രണ്ടും ദൈവത്തിന്റെ വചനം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്ത് ചെയ്യുന്നു എന്നനുസരിച്ച് നമ്മുടെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതനുസരിച്ചാ റിസൾട്ട് വരാൻ പോകുന്നത്. ഹാലേലിയ. ഇവിടെ പറയുന്നത് കഠിന ഹൃദയത്തെ നമുക്ക് ഇതാക്കാൻ പറ്റും. ഹാലേലിയ. നമുക്ക് വചനത്തെ കാണുന്ന അപ്പൻ സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്. പിന്നെ അടുത്ത വചനം കണ്ണാടിയാണ്. ഹാലേലിയ. കണ്ണാടി നോക്കാത്ത ആരുമില്ല, നമ്മളെല്ലാവരും കണ്ണാടി നോക്കുമല്ലോ, കണ്ണാടി മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ കണ്ണാടി മുമ്പിൽ നിന്നാലും ഞാൻ പറയാം, നമ്മുടെ മുഖം, നമ്മൾ കാണുന്ന മുഖം 100% അതുപോലെ നമ്മൾ ഓർത്തു വെക്കുന്നുണ്ടോ? നമ്മുടെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല. സ്വാഭാവിക മുഖം തന്നെ നമ്മൾ മറന്നു പോകും. എവിടെയൊക്കെ കുറച്ചൊക്കെ ഒരു ഓർമ്മയുണ്ടാകും, അത്രയുള്ളൂ. പിന്നെ നമ്മൾ മുഖം നോക്കുമ്പോൾ അതിൽ വല്ല കുറവുണ്ടോ, അഴുക്കുണ്ടോ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മുടിയൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മുഖത്തൊക്കെ എന്തെങ്കിലും അഴുക്ക് വല്ലതും പറ്റി, ഇതൊക്കെ നമ്മൾ നോക്കുമെങ്കിലും പക്ഷെ നമ്മുടെ മുഖത്തിന്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് ഓർമ്മയില്ല. എൻ്റെ മുഖത്തെക്കുറിച്ച് സാറാമിസ്റ്റർക്ക് നല്ല ഓർമ്മയായിരിക്കും. മിനി സിസ്റ്റർ മോന്ത കണ്ട എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ കറുപ്പൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുണ്ടല്ലോ, ഇത് വന്നല്ലോ, ഇതൊക്കെ കൃത്യമായി ഓർത്തിരിക്കും. പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ മുഖം
അത്രത്തോളം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. കാരണം അല്ല, നമ്മൾ സ്വാഭാവികം നമ്മുടെ മുഖം തന്നെ നോക്കിയിട്ട് നമ്മൾ മറന്നു പോകുന്നു കണ്ണാടിയിൽ നോക്കിയിട്ട്. ദൈവത്തിന്റെ വചനം ഹാലയിൽ നമുക്ക് കണ്ണാടിയാണ്, മുഖം നോക്കുന്ന കണ്ണാടിയാണ് ഹാലയ. നമ്മൾ ആ വചനം ഹാലയില നമ്മൾ കണ്ണാടി നോക്കി കഴിയുമ്പോഴേ ഹാലയിൽ എന്താ പറയാ, ഈ കണ്ണാടി വെച്ച് നമ്മുടെ മുഖത്തെ നമ്മൾ തിരിച്ച് അറിഞ്ഞ് ഹാലയിലെ ചികിത്സിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഓർത്ത് എടുക്കാൻ കഴിയാത്ത പോലെ ആകല്ല. ദൈവത്തിന്റെ വചനം വെച്ച് നമ്മളുടെ കുറവുകൾ ഹാല നോക്കുമ്പോൾ ഇവിടെ അഴുക്കിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവം വചനം വെച്ചിട്ട് നമ്മുടെ മുഖത്തെ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ഇതാക്കുന്ന പോലെ തന്നെ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ മുഖം നോക്കിയിട്ട് നമ്മൾ മറന്നു പോകില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹാലെ ദൈവത്തിന്റെ വചനം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കടന്ന് മെഡിറ്റേറ്റ് ചെയ്യപ്പെടണം. ഇപ്പൊ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന, ഇത് മൊത്തം നമ്മൾ അതുപോലെ ഓർത്തു വെക്കുമോ? ഇല്ല. പക്ഷേങ്കില് ഇതിൽ നിന്ന് ഒരു വചനം നമ്മുടെ ഉള്ളിൽ കയറിയ നമ്മൾ അതിനെ എങ്ങനെ ഇട്ട് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വചനം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഈ വചനം എപ്പോഴൊക്കെ ഉപകാരമായി വരും വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായി വരേണ്ട സമയത്ത് ഇത് ഉപകാരമായി വരും. കാരണം വചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ അതിനകത്തുനിന്ന് ജീവൻ നമുക്ക് ആവശ്യത്തിൽ കിട്ടത്തുള്ളൂ, ജീവൻ പുറപ്പെടുത്തുക, നമുക്കതൊരു ഉപകാരമായി വരത്തുള്ളൂ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഹാലയിലെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയാണ്. ഹാലൂയ. അടുത്ത് നമ്മൾ പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 1:23-24 വായിക്കാം സിസ്റ്റർ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു ഉടനെ അവൻ മറന്നു പോകുന്നു. നമ്മുടെ മുഖത്തെ കുറിച്ച് നമ്മൾ കണ്ടിട്ട് പുറപ്പെട്ടിട്ട് നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കുക നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകുന്ന പോലെ വചനം കേട്ടിട്ട് ഹാലേലിയ അവൻ പുറപ്പെട്ട് ഉടനെ തന്നെ മറന്നു പോകുന്നു. ഇത് മറന്നു പോകുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകരിക്കുന്നില്ല. ഹാലേലുയ. അപ്പൊ നമ്മൾ വചനം കേട്ടിട്ട് മറന്നു പോകാനുള്ളവർ അല്ല. ഹാലേലുയ. വചനം കേട്ടിട്ട് അതിനെ നമ്മുടെ ഹൃദയത്തിൽ, മറിയ കേട്ടതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, അതുകൊണ്ടാണ് മറിയയുടെ ഓരോ കാലഘട്ടത്തിലും അല്ലെ സാഹചര്യത്തിലും മറിയയ്ക്ക് ഹാലേലുയ ആമയെ പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ നൽകിയത്. ശീമോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയും, ഇതിന്റെ ഹൃദയത്തിലുള്ള വാൾ കിടക്കും ഹാലെ എന്ന് പറഞ്ഞു. കുഞ്ഞിനെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, ഹാലെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുന്നു. ഇത് അന്നേ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചതുണ്ട്. അതുപോലെ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു ഇവൻ ഹാലേലിയ ദൈവത്തിന്റെ വചനത്തെ ഒരുപാട് ജനങ്ങളുടെ ഇതിനു വേണ്ടി വരുന്നതാണ്, യേശു എന്ന പേര് വിളിക്കണം, ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇത് മറിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് ഈ ഉള്ളത്തിൽ കടന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ വെളിപ്പെട്ടപ്പോഴാണ്. അപ്പം എന്താ നമ്മുടെ കാനാലിലെ കല്യാണം ഇരുന്ന് ചെന്നപ്പോൾ മറിയ എന്തുകൊണ്ടാ യേശുവിന്റെ അടുത്ത് വീഞ്ഞു തന്നു പറഞ്ഞ എല്ലാം കാര്യം എന്താണെന്നറിയാം. മറിയ നേരത്തെ കേട്ട് യേശുവിനെ കുറിച്ചുള്ള കേട്ട വാഗ്ദത്തങ്ങൾ അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഹാലലി. അതുകൊണ്ട് യേശു കർത്താവ് ആരാണെന്ന് മറിയയ്ക്ക് ബോധമുണ്ടായിരുന്നു. ഹാലലി. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് മറിയ ചെന്ന് പറഞ്ഞ് ഇവർക്ക് വീഞ്ഞു തീർന്നു പോയി, സഹായിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ യേശു സമയമായത് കൂടെ നിന്നവരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ച കാര്യം. ഹാലേലിയ. യേശു ആരാണ് തിരിച്ച്. അതുപോലെ യേശുവിനെ ഹാലേലിയ പിടിച്ചുകൊണ്ട് പോയി ക്രൂശിക്കുമ്പോൾ ആ ക്രൂശീകരണം കാണുമ്പോഴും മറിയ ഒരു സാധാരണ സ്ത്രീക്ക് ഒരു അമ്മയ്ക്കോ ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറിയ അവിടെയും നിന്ന് സഹിച്ച് അത് കണ്ടു നിന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? മറിയയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു നിന്റെ ഹൃദയത്തിലുള്ള വാൾ കിടക്കും, ഇത് സംഭവിക്കേണ്ടതാകുന്നു. ഭൂമിയിലേക്ക് വന്ന് എന്തിനാണെന്ന് തിരിച്ചറി. ഈ വചനം യഥാർത്ഥ സമയത്ത് ഇടപെട്ടത് കൊണ്ടാണ്. ഇന്നിപ്പം നമുക്കറിയാം നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ പോയി അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ഹാലേലിയ. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇവരുടെ ഹാലില് പർപ്പസ് എന്താന്ന്, ഇവർ ദൈവത്തിന് വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നു എന്ന്. ഇവിടെ നിന്ന് AC ഹോളിസ് ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയാം. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ഹാലിലെ കിലോമീറ്ററോളം നടന്ന് കാടിനുള്ളിലേക്ക് കടന്നു പോയി കാട്ടുമൃഗങ്ങളും എഴുജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥലത്തൂടെ പോയി ശുശ്രൂഷ ചെയ്ത് ഹാലേലുയ അവിടേക്ക് ആയിരിക്കും. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് സുവിശേഷ വിരോധികളുടെ അടിയും ചവിട്ടും ഇതൊക്കെ കൊണ്ടും അന്യായമായി തടങ്കലിൽ ഇട്ട് കഴിയുമ്പോൾ അവിടെ കിടക്കുമ്പോഴും അവരുടെ കുടുംബത്തിലുള്ളവരെ ബലപ്പെടുത്തി നിർത്തുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കുറിച്ചുള്ള വാക്തത്വം ഇവരുടെ ഉള്ളിൽ വീണ വിത്ത് എന്ത് ഫലം പുറപ്പെടുവിക്കുന്നുള്ളതനുസരിച്ച്.
നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഒരാളെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട, തല്ലണ്ട, പിടിച്ച് ഉപദ്രവിക്കണ്ട, കൊണ്ട് ജയിലിൽ കൊണ്ടിടണ്ട. ഹാലേലിയ. ആരെങ്കിലും ഒരാൾ വന്ന് നാല് വാക്ക് പറഞ്ഞു തന്നെ ഇവിടെ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള വിഷമം അത്ര എന്താ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാ ഹാലേലിയ, ആ ഗ്രൗണ്ട് അത്രത്തോളം ഒരുക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ അത്രത്തോളം സമർപ്പിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ആരെങ്കിലും പോണ്ട, നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് ആരെങ്കിലും എന്നിട്ട് 10 കുറ്റം പറയട്ടെ, പ്രാർത്ഥിക്കാൻ നടക്കുന്ന കൈകൊട്ടാൻ നടക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഇരിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹൃദയത്തെ ഇട്ടിട്ട്, അയ്യോ എന്നാൽ എന്നോട് പറഞ്ഞില്ല, കർത്താവെ ഒന്ന് കാണിച്ചു കൊടുക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെത്രയാണ് അല്ല ദൈവത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിലൂടെ കയറി ഇറങ്ങിപ്പോ നമ്മൾ പറയത്തില്ല, പക്ഷേ ഉള്ളിലൂടെ കയറി ഇറങ്ങിയപ്പോൾ ജീവൻ എന്താ പറയാ, ദൈവത്തെ സേവിക്കാത്ത പോലെ വ്യത്യാസം എന്തോ കാണണം ജാതികൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലൂടെ പോകും. കാരണം എന്താ പറയാ, ഇത് കേട്ടിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ സഹിക്കാനായിട്ട് ഹാലില്ല നമ്മുടെ ഉള്ളിലെ വചനത്തിന്റെ പവർ നമ്മൾ വന്നിട്ടില്ല. വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം പറയാൻ പോകുന്ന ആൾക്കാരെ പല വീട്ടിലും ചെല്ലുമ്പോൾ ഗേറ്റ് അടയ്ക്കും, വാതിലടയ്ക്കും, ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അയ്യോ, അപ്പൊ നമ്മളാണെങ്കിൽ അയ്യേ ഇതൊന്നും ശരിയാകത്തില്ല, 4 വീട്ടിൽ ചെന്നപ്പോൾ അവരെ ഓടിച്ചു വിട്ട് എന്തെങ്കിലും കഷത്തിച്ച് വീട്ടിൽ പോയേക്കാന്നല്ല, അവര് 5ാമത്തെ വീട്ടിലും കയറും ഹാലയില്, അല്ലെ 10ാമത്തെ വീട്ടിലും കയറും ഹാലയില്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഹാലയിലിയ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ ഹാലയിലിയ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളുള്ളതിനെ കള്ളന്മാരൊന്ന് പിടിച്ചോണ്ട് വന്നേക്കുന്നു, ജീവിക്കാൻ വകയില്ല. കള്ളന്മാരല്ല, സോറി, കൊടുക്കാനുള്ളവർ വന്ന് പിടിച്ചോണ്ട് നിൽക്കുന്നു, ജീവിക്കാൻ വകയില്ല. കാലിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രത്തോളം കടഭാരത്ത് നിൽക്കുന്ന സ്ത്രീ അടുത്ത വീട്ടിൽ ചെന്നിട്ട് പണ്ട് പാത്രം തരുന്ന വെച്ചാൽ അവർ ഇപ്പൊ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുമോ? ഇല്ല. ഹാലയിൽ 10 വീട്ടിൽ നിന്നെങ്കിലും അവർക്ക് നോ പറഞ്ഞു കാണും. പക്ഷെ അവർ 11ാമത്തെ വീടും കയറി ചോദിച്ചു. കാരണം എന്താട്ടെ, അവരവസ്ഥ അവർക്കറിയായിരുന്നു. ഹാല ഇത് മേടിച്ചാലേ രക്ഷയുള്ളൂ എന്ന്. ഹാല അവരെത്ര വീട്ടിൽ കയറിയിട്ടായിരിക്കും അന്ന് നമ്മൾ പറയുന്ന പോലെ അല്ല അത്രത്തോളം പാത്രങ്ങൾ അവർക്ക് ശേഖരിക്കാൻ പറ്റിയേക്കുന്നത്. ഹാലലിയ. കാരണം അവരുടെ സിറ്റുവേഷൻ ഹാലലിയ, അവരെ ഹാലലിയ ആമീൻ ഈ നിന്നെയും പരിഹാസത്തെ ഒന്നും ഹാലലിയ അവരെ ചെവിയിലൂടെ കയറി ഈ ചെവിയുടെ കളഞ്ഞ് അത് ഹൃദയത്തിലേക്ക് എടുത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നതിന്. നമ്മളെ രക്തസ്രാവക്കാരത്തെ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെ പറയാറുണ്ട്. ഹാലലിയ അവളെ എന്തോ കാരണം ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, മനുഷ്യരെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ അവളെ തൊട്ടാ പോയി കുളിക്കണം, ഇങ്ങനെ വൈകുന്നേരം വരെ പുറത്തിരിക്കണം എന്നൊക്കെ ഹാലയിൽ നിയമമുള്ള സമയത്ത് അത്രയും പുരുഷാരത്തിന് ഇടയിലൂടെ തിങ്ങി ഞെരുങ്ങി അവൾ എങ്ങനെയും കയറി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടതിന് കാരണം എന്താ പറയുക, അവളുടെ ഉള്ളിൽ ഹാലലിയ അവളുടെ വിശ്വാസം ഇങ്ങനെ ഹാലലിയ അവളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. ഇത് എന്തുകൊണ്ടുണ്ടായ അവിടെ ഉള്ളിൽ കയറിയ ആ ഗ്രൗണ്ടിൽ അതിങ്ങനെ എന്താ പറയാ, ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സാഹചര്യം അവിടെ ഉള്ളിൽ അതിങ്ങനെ എന്താ പറയാ, ഞാനിത് കൊണ്ടുകൊണ്ടേ പോകത്തുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ അത് വരാത്തതിന്റെ കാര്യം അതുപോലെ വീണ ഗ്രൗണ്ട് അത്ര ശരിയായിട്ടില്ല, ഇപ്പോഴും ഒരുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അയച്ചു കഴിയുന്നതിന് മുമ്പ് സ്വാഭാവികമായി നോക്കുന്ന കണക്ക് എടുത്തോണ്ട് പോകുന്നത്. അടുത്ത നമ്മൾ പറയും വചനം നമ്മുടെ കാലിന് ദീപമാണ്, അത് പ്രകാശമാണ്. കാരണം വെച്ചാൽ നമ്മളെ നേർവഴിയിലേക്ക് സംഖ്യ 199 സങ്കീർത്തനത്തുള്ള അല്ലേ, അല്ല 199 ഹാലയിലെ അപ്പൊ 103 വാക്യം എനിക്ക് തോന്നുന്നു. അത് ഇതെന്താ, വചനം കാലിന് ദീപവും അത് പാതയ്ക്ക് പ്രകാശമെന്ന് പറയുമ്പോൾ നമ്മളെ എപ്പോഴും നേരായ വഴിയിലൂടെ നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കാലുകൾ റോങ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഇത് റോങ് ഡയറക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നേർവഴി കാണിച്ചു തരുന്നതാണ് ദൈവത്തിന്റെ വചനം. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സാജു മാത്യു ബ്രദറിന്റെ ഒരു മീറ്റിങ്ങിന്റെ ക്യാപ്ഷനിൽ കൊടുത്തൊരു പിക്ചറാണ്. ഇങ്ങനെ മഴ പെയ്ത് ചെളി കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിന്റെ ഹെഡിങ് എന്താ ഞാൻ ഓർക്കുന്നില്ല. അവിടെ കൂടെ നമ്മൾ നടന്നു പോകും. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ വസ്ത്രമൊക്കെ അല്പം ഒന്ന് പൊക്കി പിടിക്കും. കാരണം ചെളി തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെളി തെറിച്ച് വീണ അവിടെ കിടക്കുന്ന ചെളി നമ്മുടെ വസ്ത്രത്തിലും പറ്റിക്കാൻ നമ്മൾ, പക്ഷേ നമുക്ക് വസ്ത്രം പൊക്കി പിടിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് അത് ചവിട്ടി തന്നെ നമ്മൾ പോകുന്നത്. പക്ഷെ ഈ കാലിൽ കിടക്കുന്ന ചെരുപ്പ് എന്ത് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് നമ്മളെ സുരക്ഷിതമാക്കി സൂക്ഷിക്കും. ദൈവത്തിന്റെ വചനം ഇതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ അഴുക്കുണ്ടെങ്കിൽ പോലും അതിനെ കണ്ട് അതിനെ മാറി നടക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റിക്കാതിരിക്കാൻ വേണ്ടുന്ന പ്രകാശം പരത്തി ഇത് കാണിച്ചു തരും. എന്താ
ഈ പോകുന്ന വഴിയിൽ അഴുക്കുണ്ട്, അപകടമുണ്ട്. ഹാലേലിയ, ആമീൻ. എന്താ പറയുക, ഇഴജന്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദോഷം വരുന്ന എന്തുണ്ടെങ്കിലും അതിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് അത് വചനം കാലിന് ദീപമാണ്. എന്താ വെച്ചാൽ കാലിന് ദീപം എന്ന് പറയുന്നത് ദേഹത്തിന് മൊത്തം ദീപം എന്ന് പറയാൻ പാടില്ല. നമ്മൾ നടക്കുന്ന വഴിയാണ്, നമ്മളെ കൊണ്ടുപോകുന്ന വഴിയാണ് നമ്മളെ അഴുക്കിലേക്കും നല്ലതിലേക്കും നടത്തുന്നത് കാല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞേ കാല് കഴിയാൻ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാല് നല്ലതാണെങ്കിൽ കാലിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ പോകേണ്ടടുത്തേക്ക് പോകത്തില്ലെന്നേ. ഹാലേലൂയ, നമ്മുടെ കാല് നമ്മളുടെ ഹാലേലിയ ദൈവത്തിന് ഇഷ്ടത്തിന് അനുസരിച്ച് നടത്തത്തോളൂ. ദൈവഹിതമില്ലാത്ത ഒരിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകത്തില്ല. ഹാലേലിയ, ഇത് അപ്പൊ വചനത്തെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട്, പത്രോസ് തന്നെ പറയുന്നുണ്ട്. ഹാലേലിയ, വചനം എന്താ പറയാ, പാല് വേറെ കട്ടിയാഹാരം എന്ന് പറയുന്നുണ്ട്. ഹാലേലിയ, കാരണം വചനം എന്ന മായമില്ലാത്ത പാലിന് തന്നെ ഒരു നിർവചനം. കാരണം പാല് മായമില്ലാത്തത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഏത് പാലും മായമില്ലാത്ത. പക്ഷെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന പാക്കറ്റിൽ ലഭിക്കുന്ന പാലിന്റെ കാര്യമല്ല പറഞ്ഞേ. നമ്മുടെ മുലപ്പാലാണെങ്കിലും പശുവിൽ നിന്ന് കറക്കുന്നതാണ്, ആട്ടിൽ നിന്ന് വീഴുക, ഏത് പാലാണെങ്കിലും ഒട്ടകപ്പാൽ, ഏത് പാലിനും കറന്നെടുക്കുമ്പോൾ അത് മായമില്ലാത്തത് തന്നെയാണ്. പിന്നീട് അത് മായം ചേർക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം മായമില്ലാത്ത പാല് പോലെ. അപ്പൊ മായം ചേർക്കാതെ. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്ന വചനം മായം ചേർത്തതാണ്. അല്ലെ, ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത്. ഞാൻ പണ്ട് എപ്പോഴും വന്നിട്ട് നമുക്ക് പണ്ട് കുരുവിളയിൽ അമ്മച്ചി പാല് കറന്നുകൊണ്ട് വന്ന പൈപ്പിന്റെ ഒട്ടിട്ടുണ്ട്, പൈപ്പൊക്കെ തുറന്നു വെക്കും. ഇച്ചിരി പൈപ്പ് അടയ്ക്കാൻ വൈകിപ്പോ നമുക്ക് കിട്ടുന്ന പാല് വെള്ളമായിരിക്കും. അത് പറയുന്ന പോലെ പാലിനകത്ത് മായം ചേർത്തിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ പാല് തരുന്ന ആരെങ്കിലും ഇന്നുണ്ടോ? ഇന്നില്ല. ഇന്ന് എല്ലാവരും വെള്ളം ചേർത്ത പാല് തരുന്നു. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വചനവും ശുദ്ധ വചനമല്ല. ശുദ്ധ വചനം കേൾക്കണമെങ്കിൽ നമ്മൾ തന്നെ വചനം വായിച്ച്, നമ്മൾ തന്നെ മെഡിറ്റേറ്റ് ചെയ്ത്, നമ്മൾ തന്നെ ദൈവത്തോട് ചോദിച്ചത് മനസ്സിലാക്കുമ്പോൾ അത് ശുദ്ധമായ പാല് പോലെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. വചനത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ എല്ലാവരും എടുത്ത് വായിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് വിത്തിനെ കുറിച്ചും എഫേസ്യർ 5:26 വെള്ളമാണെന്ന് പറയുന്നുണ്ട്. ദൈവവചനം തീയാണെന്ന് പറയുന്നത്. തീ എന്താ ചെയ്യുന്നത്? ചിലരെ കത്തിക്കും. കത്തിച്ച ദൈവം എങ്ങനെയാ? സ്വർണം തീയിലിട്ട ശുദ്ധീകരിക്കപ്പെടും. പേപ്പർ തീയിലിട്ടാലോ കത്തിപ്പോവും. ഒരു മൺകലം ഉണ്ടാക്കി അതിനെ തീച്ചൂളയിലേക്ക് കയറ്റി ചൂടുന്നു. അതപ്പോ എന്ത് ചെയ്യും? അത് നല്ല ബലപ്പെടും. ഇരുമ്പിനെ ഷേപ്പ് ചെയ്യുന്നത് തീയിലിട്ടിട്ടാ. അപ്പൊ നമ്മളെ തീയിലിട്ട് കടത്തി വിട്ട ദൈവം പലപ്പോഴും ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുന്നത്. ഹല്ലേലൂയ, അടിച്ച് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന ഹാർഡായിട്ടിരുന്ന ഷേപ്പ് അപ്പൊ തീയിലിട്ടൊന്ന് ശരിയാക്കിയിട്ട് അതിനെടുത്ത് അടിക്കും. സ്വർണം തീയിലിടും തോറും അതിനകത്ത് അഴുക്കളെല്ലാം മാറി 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 അധികമായി ശുദ്ധീകരിക്കപ്പെടും സ്വർണം. അപ്പൊ തീയാണെന്ന്. അപ്പൊ തീ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? നശിപ്പിച്ച് കളയാനും പറ്റും, ശുദ്ധീകരിച്ച് പുറത്തെടുക്കാനും പറ്റും. അപ്പൊ ദൈവത്തിന്റെ വചനം ചിലതിനെയൊക്കെ നശിപ്പിച്ച് കളയും കേട്ടോ. ഹല്ലേലൂയ, ചിലതിനെയൊക്കെ ഈ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരും. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ തീയാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോഴത്തേനും ദൈവത്തിന്റെ വചനം നമുക്ക് എന്തായിട്ട് നമുക്ക് വേണം അതായിട്ട് നമുക്ക് വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെയൊക്കെ വെളിപ്പെടും, എങ്ങനെയൊക്കെ അത് മാനിഫെസ്റ്റ് ആകണം നമ്മൾ തീരുമാനിച്ചത്. ഗ്രൗണ്ട് ഈ സ്ഥലം ഈ അറ്റ്മോസ്ഫിയർ, അത് വേണ്ടത് അറ്റ്മോസ്ഫിയറും കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു വിത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് ചുമ്മാ അങ്ങ് വിളിച്ചിരുന്നാലും വിചാരിക്കല്. അതിന് വേണ്ടുന്ന വെള്ളവും ഇതൊക്കെ നമ്മൾ കൊടുക്കണം അല്ലേ? എന്നാൽ തന്നെ കിളിക്കുന്ന വിത്തുകളും ഉണ്ട്. പക്ഷേ എന്താ പറയാ, വിത്തിന്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റത്തില്ല. പണ്ട് ഞാനൊക്കെ എന്റെ വീട്ടിലൊക്കെ ചെറുതായിരിക്കും ഈ ചെടികളൊക്കെ കൊണ്ടുവെക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ചേമ്പ് മറ്റു സാധനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിടുമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിട്ട് എന്റെ ഞങ്ങളുടെ മരിച്ചുപോയ ഷിബു ഒരു പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ചെടിയൊക്കെ വെച്ച് നല്ല ഇങ്ങനെ ഇലയൊക്കെ പൊട്ടി പൊളച്ചു വരുന്ന ആ കിളിക്കുന്നൊക്കെ കണ്ടിട്ട് നമ്മളെ അന്ന് സ്കൂളിലും കോളേജൊക്കെ പഠിച്ചു തിരിച്ചു വരുമ്പോഴത്തേന് 2 ദിവസം ഇത് വാടി നിൽക്കുന്നതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ വാടിപ്പോയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പോയി ഇവനെന്താ ചെന്ന് ബുക്ക് നോക്കുന്നത്. പൊക്ക് നോക്കിയിട്ട് ഈ സാധനം തിരിച്ച് കുഴിച്ചു വെക്കും. അതുപോലെ അപ്പൊ ഇതുകൊണ്ട് ഇത് വാടിപ്പോ. അപ്പൊ നമ്മൾ പിഴുതു നോക്കിക്കഴിഞ്ഞാൽ ഇത് അടിയിലത്തെ വളർച്ച കാണാൻ വേണ്ടി നമ്മൾ പിഴുതു നോക്കിക്കഴിഞ്ഞാൽ അത്
ചീത്തയായി പോകും. അതുപോലെ ഹാലേലിയ വചനത്തിന് അല്ലെ നമ്മുടെ ഉള്ളിൽ വന്ന വളർച്ച പുറമേ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റരുത്, പക്ഷെ അത് മരമായി കഴിഞ്ഞാൽ, അത് ഫലം പിടിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ അത് കാണാൻ പറ്റും. ഫലപുഷ്ടമാകുമ്പോ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിനടിയിൽ കുഴിച്ച് ചേമ്പ്, ചേന ഇതൊക്കെ വളർന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിഴുതു നോക്കണം. പണ്ട് കപ്പയുടെ മൂടൊക്കെ വെച്ച് കുഞ്ഞാലെ കാണിക്കുന്ന പരിപാടിയൊക്കെയാ. കപ്പയുടെ മൂടൊക്കെ വെച്ച് നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കും, ഒന്ന് പൊക്കി നോക്കും, അല്ലെങ്കിൽ ഒന്ന് മാതി നോക്കും ഇതിനകത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാം, അല്ല വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇതൊക്കെ നമ്മുടെയൊക്കെ ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്തു പോകുന്ന ഹാലേലിയ. പക്ഷെ അതുപോലെ ദൈവത്തിന്റെ വചനവും ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഇത് എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് അവിടെ കിടന്ന് കിളിർത്ത് നമ്മൾ ഇന്ന് ഫ്രൂട്ട് പുറത്തു വരാൻ തുടങ്ങും, മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഒരു മാങ്ങേണ്ടി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു മാവായി മാറിക്കഴിയുമ്പോൾ മാവിൽ ഈ മാവായി മാറി പ്രോസസ്സിങ്ങിലൊന്നും ഇതിൽ വരുന്ന ഫലത്തെ അവർക്ക് കാണാം. പക്ഷെ മാവ് പൂത്ത് മാങ്ങ പിടിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും. ഇതുപോലെ പണ്ടൊരു മാങ്ങാണ്ടി കുഴിച്ചിട്ടതാ, അതിൽ നിന്ന് ഇത്രയും മാങ്ങ പിടിച്ചു നിൽക്കുന്നു. ഇനി ഈ മാങ്ങയെല്ലാം കൂടെ വീണ് കഴിഞ്ഞാൽ എത്ര മാവ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വചനം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അത് നമ്മുടെ ഉള്ളിൽ അത് വളർന്ന് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്, എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. കാരണം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണമെന്ന്. ക്രിസ്തു നമുക്ക് വേണ്ടി വെളിപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മളിലൂടെ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശുക്രിസ്തു യാഗമായി തീർന്നത്. കർത്താവ് യേശുക്രിസ്തു ഒരു ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നത് പോലെ തന്നെത്താൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ എല്ലാവരെയും തന്റെ സ്നേഹത്തിൽ വചനത്താൽ വീണ്ടെടുത്ത് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട് ആയിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അനേക ശിഷ്യന്മാരെ ഉരുവാക്കി എടുത്തുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കാൻ വേണ്ടി കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞേ നിങ്ങൾ സകലരെയും സ്നാനപ്പെടുത്തി എന്റെ ശിഷ്യരാക്കാനാ പറഞ്ഞത്. ശിഷ്യരാക്കണമെങ്കിൽ യേശു കർത്താവ് എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ നമ്മൾ ആയിത്തീർന്ന കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അനേക ശിഷ്യന്മാർ പുറത്തു വരണമെങ്കിൽ അതിനുവേണ്ടി ഒരു ഗുരു നമ്മുടെ കർത്താവ് യേശു, നമ്മുടെ വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുന്ന ആദ്യ ജാതൻ നമുക്ക് വേണ്ടിയിട്ട് ആദ്യ ഫലമായി മാറിയതുപോലെ അവിടെ ജീവൻ കൊടുത്തു നമ്മളെ വീണ്ടെടുത്തതുപോലെ നമ്മളാരും ജീവൻ കൊടുക്കാൻ ദൈവം പറയുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ അവന്റെ ജീവൻ വെളിപ്പെടണം. ആ വിത്ത് നമ്മുടെ ഉള്ളിൽ വന്ന് ആ വിത്തിൽ നിന്ന് ആ ജീവൻ വെളിപ്പെടാം. അതിനു വേണ്ടിയിട്ട് ആരുടെങ്കിലും ഹൃദയം കഠിനമായിരിക്കുന്നെങ്കിൽ ആ വചനം ഒരു ചുറ്റിക പോലെ കടന്നു ചെന്ന് അതിനെ തകർത്ത് അല്ലെങ്കിൽ ഒരു തീ വന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നേർവഴിക്ക് നമ്മളെ നടത്തുന്ന പ്രകാശം പോലെ നടത്തി നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ്, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം എന്താ, അതേപോലെ നമ്മൾ നടക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനം തന്നെ നമുക്ക് നമുക്ക് ആകപ്പാട് ദൈവം തന്നിട്ടുള്ള ദൈവത്തിന്റെ വചനത്തെയാണ് ഈ വചനത്തിലൂടെ വേണം നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടി. വചനം നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്, എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ദൈവം ഓരോരുത്തരും ഇടപെടുന്ന ഓരോ രീതിയിലാണ് വചനം കാരണം എന്തായിട്ട് നമുക്ക് അവിടെ വേണം. ആ സമയത്ത് നമുക്ക് അതായിട്ട് വചനം വെളിപ്പെട്ട് വരും. നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു. ഇതാണ് ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷേ എന്റെ ശരീരം യേശുവിന്റെ മന്ദിരമാകുന്നു, ഇതിലൊരു രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ ഞാൻ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ ഏതെങ്കിലും രോഗശക്തിയെ ശ്രമിച്ചാൽ അതിനെ ദൈവം നശിപ്പിക്കുന്നു ഉറച്ച് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗത്തിന് സ്ഥിരമായി ഇരിക്കാൻ കഴിയത്തില്ല. രോഗം വരുമോ എന്ന് വെച്ചാൽ വരും, പക്ഷേങ്കിൽ അതിനെ ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് അതിനെ പുറത്താക്കാൻ പറ്റും. വിശ്വസിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ഉള്ളിൽ അതിന് ജീവനുണ്ട്, ജീവൻ പുറപ്പെടുവിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ജീവൻ പുറപ്പെടുവിച്ച് നമുക്ക് ദൈവത്തിന്റെ ജീവനിലൂടെ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയി തീരുവാൻ തക്കണം കഴിയും. കർത്താവ് യേശുക്രിസ്തു വചനം ജഡമായി കൃപയും സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിലേക്ക് വന്നു. അപ്പൊ കർത്താവ് യേശുക്രിസ്തു വചനമല്ല, ഒരു വിത്തായിരുന്നു. ആ വിത്ത് നമ്മൾ ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്ന പോലെ വിത്ത് നമ്മളിൽ ഇവിടെ വന്നു.
ആമേ നിലത്ത് വീണ് ചത്ത് ഹാലയിലെ അത് ആമേ വളർന്ന് ഹാലയിലെ അല്ലെങ്കിൽ ആമേ എസ്റ്റാബ്ലിഷ്ഡ് ആയി ഫലം ഇന്നും പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഹാലെ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഹാലയ ദൈവത്തിന്റെ വചനം നമ്മൾ വീണം വചനത്തെ ഹാലയിലിയ ആമേ നമ്മൾ മരിക്കേണ്ടടുത്ത് മരിപ്പിക്കണം ഹാലയിലിയ, നമ്മൾ തകർക്കേണ്ടടുത്ത് നമ്മളെ തകർക്കണം ഹാലയ. നമ്മൾ എവിടേക്കാണോ മാറേണ്ടത് അവിടേക്ക് മാറി ശുദ്ധീകരിച്ച് ശോധന ചെയ്ത് ഹാലയിലിയ ആമേ നല്ല ഹാലയ പൊന്നുപോലെ ഹാലയിലിയ ദൈവത്തിന് പ്രയോജനമുള്ളതായി പുറത്തു വരാം. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.